അങ്ങനെ അവസാനം ഞങ്ങളൊരു തീരുമാനത്തിലെത്തിയിട്ടുണ്ട് കേട്ടോ. വേറൊന്നുമല്ല, നമ്മുടെ ചുറ്റിനുമുള്ള മരങ്ങളെല്ലാം വെട്ടിക്കളയാമെന്ന് തന്നെയാണ്. പക്ഷേ ഇതിനെ പോസിറ്റീവായിട്ട് നെഗറ്റീവായിട്ടും എടുക്കുന്നവരുണ്ട്. പക്ഷേ ഈ ഒരു കാലാവസ്ഥയെ നമുക്കിത് ചെയ്ത് മതിയാവും കേട്ടോ. പിന്നെ അത് മാത്രമല്ല, പണ്ടൊക്കെ ആണെങ്കിൽ ചുറ്റിനും വീടുകളൊന്നും ഇല്ലായിരുന്നു. ഇപ്പം അങ്ങനെയല്ല, അടുത്തടുത്ത് വീടുകളൊക്കെ വന്നു തുടങ്ങി. പിന്നെ നമ്മുടെ അതിരുകളിലെല്ലാം വലിയ മരങ്ങളാണ് നിൽക്കുന്നത്. പിന്നെ നമ്മുടെ ഷെഡിനടുത്ത് നിൽക്കുന്ന റബ്ബറുകളും നമുക്ക് ഭീഷണിയാവുമെന്ന് തോന്നിയത് കൊണ്ടാണ് നമ്മളതെല്ലാം കൂടി വെട്ടി മാറ്റാമെന്ന് വിചാരിച്ചത്. പിന്നെ വെട്ടി മാറ്റുക മാത്രമല്ല ചെയ്യുന്നത്, പിന്നെ ഇതെല്ലാം മാറ്റി കഴിയുമ്പോൾ നമ്മൾ പുതിയ തൈകളും നമ്മൾ വെച്ച് പിടിപ്പിക്കുന്നുണ്ട്. പിന്നെ ഈ ഇപ്പോഴത്തെ കാലാവസ്ഥ അറിയാമല്ലോ, മഴ തോന്നും അതേപോലെ തന്നെ വീണ്ടും പെയ്തും ഇങ്ങനെ നിൽക്കുന്ന കാലാവസ്ഥയാണ്. പിന്നെ തോരുന്ന സമയത്ത് ഞാനും അമ്മയും ഇതേപോലെ ഇറങ്ങി നമ്മുടെ തൊട്ടടുത്ത പറമ്പുകളിലും ഇതേപോലെ ചില്ലകളും മരം കൊമ്പുകളും ഒക്കെ വീണ് കിടപ്പുണ്ട് കേട്ടോ. അതൊക്കെ മാറ്റി കൊടുക്കണമെന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് ചെയ്യലായിരുന്നു പിന്നീടുള്ള പരിപാടികളെല്ലാം. പിന്നെ അതൊക്കെ കാരണമാണ് നമ്മൾ വീഡിയോ ഇടാതിരുന്നത്. പിന്നെ ഒരുപാട് പേര് മെയിൽ അയച്ചും മെസ്സേജ് അയച്ചും ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. ഇനി എന്തായാലും കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ വീഡിയോ ഒക്കെ ഇടും. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം.